സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ആലോചിച്ച് മിക്കവാറും 30-ാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. UDF-ഉം അതുപോലെ അൻവറും തമ്മിലുള്ള തർക്കം അതിശക്തിയായിട്ട് നിൽക്കുന്നുവെന്നാണ് ഇപ്പോഴും വാർത്താ സമ്മേളനത്തിൽ അൻവർ തന്നെ വ്യക്തമാക്കിയത്. എന്നെ മുഖത്ത് ചളിവാരി എറിയുന്ന നിലയാണ് UDF സ്വീകരിക്കുന്നത് എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാല് പിടിക്കേണ്ട എല്ലാവരെയും കാല് പിടിച്ചിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന പ്രയാസമാണ് ഇപ്പോൾ അൻവർ പങ്കുവച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തെ ഒരു പുതിയ കേരളമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ടാണ് നിലമ്പൂർ ഇലക്ഷനെ ഉപതെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. ആ പോരാട്ട വീര്യത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകും എന്നാണ് പറയാനുള്ളത്. LDF-നെതിരായിട്ടുള്ള പ്രത്യേകിച്ച് CPIM ആണ് ഞങ്ങളുടെ പൊതുശത്രു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പാർട്ടികളാണ് ഇവരെല്ലാം. അപ്പോൾ അന്തർധാന എങ്ങനെയാണ് വരാനിടയുള്ളത് എന്ന് വ്യക്തമാണ്. ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു ആരാണ്? BJP-ക്കാരൻ പറയുന്നത് CPIM. ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു ആരാണ്? UDF, കോൺഗ്രസ് പറയുന്നത്, ലീഗ് പറയുന്നത് CPIM. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ചേർന്ന് നിന്ന് ഒരു മഴവിൽ സഖ്യം വർഗീയ ശക്തികൾ ഉൾപ്പെടെ നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ ജമായത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെ ചേർന്ന് BJP-യുടെ കൂടി പിന്തുണയോടുകൂടി UDF മത്സരിക്കുക. അതിൽ അവരുടെ ഇടയിലുള്ള കുഴപ്പമാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സംഘർഷത്തിലാണ് UDF ഉള്ളത്. അൻവറായിട്ട് പ്രശ്നം മാത്രമല്ല, അവർക്കിടയിൽ തന്നെ വലിയ സംഘർഷമാണ്. ഞങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല. ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ പോലും ഈ അൻവറിൻ്റെ ഒപ്പം പോയില്ലല്ലോ. അതൊരു അത്ഭുതകരമായ സംഭവമല്ലേ? ഇത്രയും കാലം MLA ആയിട്ട് ഞങ്ങൾ തന്നെ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പോകുമ്പോഴോ ഒരു പാർട്ടി മെമ്പർ പോലും അദ്ദേഹത്തോടൊപ്പം പോയിട്ടില്ല എന്നുള്ളത് നിലമ്പൂരിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അൻവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. അല്ല, ഞങ്ങൾക്ക് ഈ പ്രഖ്യാപനം നടത്തേണ്ട തീയതി ആയിട്ടില്ലല്ലോ, അന്നേരല്ലേ നടത്തേണ്ട കാര്യമുള്ളൂ. അവർക്കിടയിലുള്ള കുഴപ്പം അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കുഴപ്പം ഇപ്പോൾ തീർത്തുന്നില്ലല്ലോ, തീരുകയും ചെയ്യില്ല. ആ കുഴപ്പം തന്നെയാണല്ലോ അൻവറിനെ ബാധിച്ചത്. സ്ഥാനാർത്ഥിയെ തന്നെയാണ് തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അൻവർ ഇന്നും പറയുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയോട് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ UDF-ൻ്റെ ഭാഗമാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, വളരെ വ്യക്തമാണ്. അപ്പോൾ ജനങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ മുഴുവൻ വോട്ടും കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല നിർത്തിയത് എന്ന് അൻവർ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതാ കാര്യം. അത് തീരുമാനിച്ചില്ല. ആര്? LDF സ്വതന്ത്രനായി കഴിഞ്ഞ 2 ആഴ്ച പോലും മത്സരിക്കാൻ വേണ്ടിയുള്ള ആലോചനകളൊക്കെ നടത്തിയ ഒരാളാണ് UDF സ്ഥാനാർത്ഥി ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരാളാണ്. അതെ, അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് 2 ആഴ്ച മുമ്പ് ഒരു സ്ഥാനാർത്ഥി വരുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ആര് ചേർത്ത് നടത്തിയിരുന്നു? ശുദ്ധ അസംബന്ധം എഴുന്നേൽക്കുക. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല. ഇനി അവിടെ മറ്റേ വയനാട് ചർച്ച നടത്തുന്നു. എന്തും പറയാൻ ഒരു മടിയില്ലാതെ കുറേ എണ്ണമുണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. സഹിക്കല്ലാണ്ട് വേറെ എന്ത് വഴി? എന്ത് അസംബന്ധവും വിളിച്ച് പറയാൻ യാതൊരു മടിയുമില്ല. അതിൻ്റെ മാധ്യമത്തിൻ്റെ പേരാ പറയാം പോരെ? എന്താ സംശയം? ഞങ്ങൾ ഇത് മാത്രമല്ല, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം, അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം ഏറ്റവും ശക്തമത്തായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യം ഇന്നത്തേക്കാൾ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരും.
അൻവർ എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മുമ്പും പറഞ്ഞിട്ടില്ല, ഇനിയും പറയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. ഇത് നയപരമായ പോരാട്ടം തന്നെയാണ്, രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അതിൽ അൻവറോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ അവർക്കിടയിൽ കുഴപ്പമാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നത് മതിപ്പില്ല, ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ പറയുന്നത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേറെ എഫക്റ്റ് ഒന്നുമില്ല ഉള്ള ആവശ്യമില്ല. അല്ല, ഇതിൽ എന്ത് സംഭവിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. അതിന് പിന്നെ വേറെ സൂചന ഒന്നിന് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പിൽ ഞങ്ങളവിടെ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് എന്ന രീതിയിലുള്ള തുടർച്ച ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഭരണത്തിന് ഇനി എന്ത് ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ളത്? 4 കൊല്ലം കഴിഞ്ഞു, 5ാമത്തെ കൊല്ലത്തേക്ക് കടക്കും. ഇനി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത്. അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേണമെന്ന് പറഞ്ഞോ ഭരണത്തിൻ്റെ എന്താ പറയണ്ടേ? എന്താ പറഞ്ഞോ നിങ്ങൾക്ക് വേണം? ആ വിലയിരുത്തലാവുമെന്ന് പറഞ്ഞു നല്ല കുഴപ്പം അല്ല. എന്താ കുഴപ്പം പിന്നെ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു കിട്ടണം അല്ലേ? നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ ചോദിക്കുന്ന പോലെയല്ല ഇത്. അവസാനത്തെ ഇത് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് 5 കൊല്ലം ആവാൻ പോകുന്നു. 5 കൊല്ലം ആവാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ വിലയിരുത്തലെന്ന് ചോദിച്ചാൽ അതിനെന്താ പറയുക മറുപടി? ഇതാണോ മറുപടി? അത് വിലയിരുത്തലെന്ന് ചോദിച്ചാൽ വിലയിരുത്തൽ അതാണോ വിലയിരുത്തൽ? അതിനുശേഷം മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇലക്ഷൻ വരാൻ പോകല്ലേ, അതിനുശേഷം അസംബ്ലി വരാൻ പോകല്ലേ, അതെല്ലാം കൂടി ചേർന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതാണ് 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രകടനം കണ്ടത് രാജ്യം മുഴുവൻ, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ആ ആ അല്ല, എന്താ നിങ്ങൾ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കിട്ടുന്നതാണോ, അല്ല ജയിക്കുന്നതാണോ, തോക്കുന്നതാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തോൽവിയായാലും ജയമായാലും ഞാൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ബാധിക്കൊന്നും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായൊരു വിജയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഞാനത് നേരത്തെ പറഞ്ഞു, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും അതിനെ തുടർന്നുള്ള 3ാം ടേമിലേക്കുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഭൂരിപക്ഷത്തിലേക്കും കടക്കും. ഇനി സംശയമുണ്ടോ എന്തെങ്കിലും?